ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. ഡേ ഇൻ മൈ ലൈഫ് മുഴുവനായിട്ടൊന്നുമില്ല, ഉച്ച തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഫുഡ് ഉണ്ടാക്കൽ തന്നെ വീട്ടമ്മമാരുടെ പണി. പിന്നെ കൊച്ചുങ്ങൾക്കൊരു കുഞ്ഞൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആദ്യം കാണാം. നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി കിളികളുടെ ശബ്ദവും ആ തണുത്ത കാറ്റും ഒക്കെ ഒന്ന് ആസ്വദിക്കാം. ശേഷം നമുക്ക് അടുക്കളയിലോട്ട് കയറാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മോർണിംഗ് ഡ്രിങ്കിൽ ഞാൻ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഡിഫറെൻ്റായ മോർണിംഗ് ഡ്രിങ്കുകൾ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കുടിക്കും. അപ്പോൾ ഇന്ന് ചെമ്പരത്തിയുടെ ടീ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം, കാണാത്തവരൊന്ന് പോയി കാണണേ. അപ്പോൾ നമ്മളിവിടെ ഉരുളക്കിഴങ്ങൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എനിക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നത്. ചില ആൾക്കാർ തൊലിയോടുകൂടെ തന്നെ അപ്പാടെ കുക്കറിലിട്ട് വേവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ സാധാരണ തൊലി കളഞ്ഞിട്ടാണ് ചെയ്യാറ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വേവിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. സവാളൊക്കെ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ ഈ കുക്കറിൽ വേവിക്കുമ്പോൾ അതിൽ തന്നെ ഇട്ടാലും മതിയാവും, എന്നിട്ട് ഉടച്ചെടുത്താൽ മതിയാവും. എനിക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്ത്. അപ്പോൾ നമ്മുടെ മോർണിംഗ് ഡ്രിങ്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ മോർണിംഗ് ഡ്രിങ്ക് കൂടെ നമുക്ക് കുടിക്കാം. മസാല ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. ഇപ്പം കുട്ടികളൊന്നും കൊറോണ കാരണം പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ ഇവിടെ കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് ഇടയ്ക്ക് ഇതുപോലെ മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ആദ്യം വറ്റൽമുളക് ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും സവാളയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക. കൊറോണ ഒക്കെ വരുന്നതിന് മുൻപ് ഇടയ്ക്ക് ഇതുപോലെ പുറത്ത് പോയിട്ട് ഒരു മസാല ദോശയൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒത്തിരി നാളായി അങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അവർക്ക് ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ആ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ച വെള്ളം അടക്കമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ വേണമെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർക്കാം. ഇവിടെ മോൾക്ക് ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് മസാല ദോശ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് അതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. നല്ലതുപോലെ വറ്റിക്കേണ്ട, ഇച്ചിരി വെള്ളത്തോടു കൂടി തന്നെ. അതായത് നമുക്കൊന്ന് ആ ദോശയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പുരട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടണം. അപ്പോൾ നമ്മുടെ മാവ് ഇതാ, ഞാൻ ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കി, അപ്പോൾ ഇന്ന് മസാല ദോശ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് പാല് വന്നിട്ടുണ്ടായി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ പാല് കിട്ടും. പാല് വന്ന് ഒരു ചേട്ടൻ പാല് വീട്ടിൽ കൊണ്ടുതരും. അപ്പോൾ പാലൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് അല്പം ചട്നി ഉണ്ടാക്കാം നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട്. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് 2-3 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ 2-3 വറ്റൽമുളകും അല്പം ഉഴുന്ന് പരിപ്പും ഒന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക. അതും കൂടെ ഇട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ശേഷം നമുക്ക് കടുക് തളിച്ചു കൊടുക്കാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും. അപ്പോൾ ഈ ചട്നി നല്ല സൂപ്പർ ചട്നിയാണ് കേട്ടോ. നമുക്ക് പച്ചമുളക് ചേർത്തിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ചുമന്ന മുളക് ചേർത്തിട്ടും ചെയ്യാം. ഇത് നല്ലൊരു ചട്നിയാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ.
ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പരന്ന പാനാണ് എടുത്തേക്കുന്നത്. ഇച്ചിരി നല്ല വലിയ മസാല ദോശയല്ലേ, അപ്പോൾ നല്ല വലിയ ദോശ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അതിൻ്റെ മുകളിലാണ് ഇച്ചിരി ഞാൻ എണ്ണ തൂവി കൊടുത്തത്. പിന്നെ ദോശയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. എന്നിട്ട് ഇതുപോലെ തന്നെ ഞാൻ 2-3 ദോശയൊക്കെ ചെയ്തെടുത്തു. അപ്പോൾ കുട്ടികൾ എഴുന്നേൽക്കുമ്പോൾ അപ്പം ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഉണ്ടാക്കിയെടുത്തു. കൂടെ തന്നെ ചായയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാല ദോശയും ചായയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇതിന് വേണമെങ്കിൽ സാമ്പാറൊക്കെ ഉണ്ടാക്കാം കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് സാമ്പാറിലോട്ടൊന്നും കടന്നില്ല. നമുക്ക് ചട്നി വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ചായ കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മസാല ദോശ കഴിച്ചാലോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികളൊക്കെ ഉണരുന്നതിന് മുമ്പ് ഞങ്ങൾ 2 പേരും കൂടെ കഴിക്കും. ചായയും മസാല ദോശയും ചട്നിയും ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി ദോശയും ചട്നിയൊക്കെ ആയിരുന്നു. ചട്നിയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ചട്നിയാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ചെയ്യാത്ത ആൾക്കാരൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ലഞ്ചിലേക്കുള്ള പരിപാടികൾ നോക്കാം. ഇന്ന് ഗീ റൈസും ഒരു ബീഫ് റോസ്റ്റും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു സൺഡേ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ ബീഫൊക്കെ മേടിച്ചു കൊണ്ടുവന്ന്, അപ്പോൾ അത് ഐസ് അലിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെള്ളത്തിലോട്ട് ഇട്ടതാണ്. ഐസ് അലിയാൻ വെള്ളത്തിലോട്ട് ഇടണമെന്നില്ല, നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്കത് പതുക്കെ അലിഞ്ഞാൽ മതി എന്ന് വിചാരിക്കുക. പക്ഷേ ഇങ്ങനെ ടൈം അധികം ഇല്ലാത്തത് കൊണ്ടാണ് വെള്ളത്തിലോട്ടിട്ടത്. അപ്പോൾ അതിനുള്ള സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. അതിനിടയിൽ വേറൊരു പരിപാടി കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ വീട്ടമ്മമാരും മിക്കവാറും ഇപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ കിച്ചൺ വർക്കിൻ്റെ കൂടെ തന്നെ കൊച്ചുങ്ങളെ പഠിപ്പിക്കലും എല്ലാം മിക്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. എന്നെപ്പോലെ തന്നെ ആയിരിക്കുമല്ലേ മിക്ക ആൾക്കാരും. കമൻറ്റ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ക്ലീൻ ചെയ്ത് ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഉച്ചക്കട്ടത്തേക്കുള്ള ഭക്ഷണം ഒരു മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും റെഡി ആവണം. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. അരിഞ്ഞെടുക്കേണ്ടതൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കാം. ഞാൻ മിക്കവാറും ഇങ്ങനെ ഇടുകല്ലിലിട്ട് ചതച്ചെടുക്കാറാണ് പതിവ്. ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ചേർക്കുന്നതിനാട്ടി നല്ലത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴായിരിക്കും എന്നാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബീഫൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിനി ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ അതിനായിട്ട് ഈ വെള്ളത്തിലോട്ട് അല്പം കല്ലുപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇങ്ങനെ ബീഫിലൊക്കെ ഇച്ചിരി ഉപ്പിട്ട് കഴുകിക്കുക. ഞാൻ ബീഫിലും ചിക്കനിലൊക്കെ അതിൻ്റെ ബ്ലഡൊക്കെ പെട്ടെന്ന് ക്ലീൻ ആയി പോകും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബിൽ കണ്ടൊരു ടിപ്പ് തന്നെയായിരുന്നു. അത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് അതിൻ്റെ ബ്ലഡ് മുഴുവൻ ഒന്ന് പോയി കിട്ടിയതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബീഫൊക്കെ നമ്മളിവിടെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അല്ല 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം ഉപ്പും. നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കഴുകിയതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം അല്പം ഇച്ചിരി ഉപ്പ് ഇട്ടാൽ മതിയാവും. നമ്മൾ ഏകദേശം ഉപ്പ് ഇച്ചിരി സമയം ഇട്ട് വെച്ചത് കൊണ്ട് ഇച്ചിരി ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പായിരിക്കും. എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ബീഫൊക്കെ അവിടെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, ആ അളവിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാരാനായിട്ട് മാറ്റി വെക്കാം. ഈ ഗീ റൈസ് ഉണ്ടാക്കുന്നതിന്, ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ ഗീ റൈസ് ഉണ്ടാക്കുന്നതും ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. നമ്മളതിൽ മസാല കൂട്ടുന്നത് മാത്രമല്ലേ ഡിഫറൻ്റ് ഉള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം അളവിനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് തന്നെയാണ് ഞാൻ സ്പൈസസ് ഒക്കെ ചേർക്കുന്നത്. ഒരു 2-3 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, കുറച്ച് പെരിഞ്ജീരകം, ഒരു 2-3 ഏലക്ക, 2-3 കുരുമുളക്. ഇതൊക്കെ ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഇട്ട് തിളപ്പിച്ചെടുക്കുവാണ്. വെള്ളം തിളപ്പിച്ച് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. വെള്ളമൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളം അവിടെ തിളപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പം നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കുക്കർ എടുത്തിട്ട്, കുക്കറൊന്നുമില്ല, നിങ്ങൾക്ക് ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണേലും എടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ 2-3 ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്.
പിന്നെ അതിലേക്ക് നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴളുന്നില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അല്പം ഗരം മസാല ഇല്ലെങ്കിൽ നമ്മൾ ബീഫ് മസാല ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം കേട്ടോ. ബീഫ് റോസ്റ്റ്, അത് ഡ്രൈ റോസ്റ്റ് ആയിരുന്നു, ഇത് അത്ര ഡ്രൈ ആക്കണില്ല. അപ്പോൾ ആ മസാല കൂടെ ഞാൻ ഇതിൽ ഇച്ചിരി ചേർത്തിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ മസാല വെച്ചിട്ടുണ്ട് ഞാൻ 2-3 റെസിപ്പികൾ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ മസാല ഇട്ടിട്ട് ഒന്ന് നമ്മൾ നല്ലതുപോലെ വഴറ്റി ബീഫ് ഇട്ടിട്ട് ഒന്ന് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഞാനിവിടെ 4 വിസിലടിച്ചിട്ടുണ്ടായി കേട്ടോ. 4 വിസിലടിച്ചിട്ട് കുക്കർ ഓഫ് ചെയ്ത് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണ്ട ഗാർണിഷിങ്ങിനുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമുക്ക് ആ സവാളയൊക്കെ മാറ്റി വെച്ച് അരി ആ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറുത്തെടുത്ത റൈസിന് പ്രത്യേക ടേസ്റ്റാണ്. വറുക്കാതെ ചെയ്യുന്നതും വറുത്തിട്ട് ചെയ്യുന്നതും ഞാൻ രണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്. വറുത്തിട്ട് ചെയ്യുമ്പോഴാണ് റൈസിനൊരു പെർഫെക്റ്റ് ആയ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിലേക്ക് റൈസൊക്കെ വറുത്തെടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അല്പം നമ്മുടെ ചെറുനാരങ്ങ കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെക്കുക. നമ്മൾ സാധാരണ ഗീ റൈസ് ഉണ്ടാക്കുന്നത് പോലെ, അപ്പോൾ അതുപോലെ ആക്കിയിട്ട് അടച്ച് വെക്കുക. പിന്നെ ഒരു സാലഡ് കൂടി ഉണ്ടാക്കാൻ ഇവിടെ തൈര് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചെറുനാരങ്ങ വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഒന്നുമില്ല, തക്കാളിയും പച്ചമുളകും സവാളയും പിന്നെ ഒരു കഷ്ണം ക്യാരറ്റും പിന്നെ അല്പം ചെറുനാരങ്ങ നീരും അല്പം മല്ലിയിലയും ഉപ്പും ഇട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് അവിടെ മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം റൈസും ഈ ബീഫൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അതൊന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് നമുക്കൊന്ന് താളിച്ചെടുക്കാം. കൂടാതെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണം. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് അല്പം ചെറിയുള്ളിയും അല്പം തേങ്ങാക്കൊത്തും അല്പം കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം അതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ബീഫ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് അല്പസമയം തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ചെറുതീയിലിട്ട് അല്പസമയം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് റോസ്റ്റും പിന്നെ ഗീ റൈസും പിന്നെ ഒരു സാലഡും പിന്നെ ഒരു അച്ചാറും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച്. കൊച്ചുങ്ങൾക്ക് ആദ്യം ഞാൻ കൊടുത്തിട്ടുണ്ടായി. അവർക്ക് നേരത്തെ ഫുഡ് കൊടുക്കും, അവർക്ക് വിശക്കുമില്ല അതിന് മുന്നേ. അപ്പോൾ ചേട്ടൻ വന്നപ്പോഴാണ് ഞാൻ കഴിച്ചത്. ഹസ്ബൻഡും ഞാനും ഒന്നിച്ചിരുന്നാണ് കഴിച്ചത്. ശേഷം നമ്മുടെ അടുത്ത കലാപരിപാടികൾ, ക്ലീനിങ്, പാത്രം കഴുകൽ, മറ്റുള്ള കലാപരിപാടികളൊക്കെ അതിൻ്റെ ഇടയിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഞാൻ വെയിലിന് ഇതുപോലെ കൊണ്ടുവെക്കും കേട്ടോ. വെയിലിനെ കൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ അതുപോലെ പാത്രങ്ങളൊക്കെ ഏകദേശം രാവിലത്തെ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ട്. രാവിലത്തെ പാത്രങ്ങളും ഇപ്പോഴത്തെ പാത്രങ്ങളും അങ്ങനെ ഒത്തിരി പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് കേട്ടോ. അവർ രാവിലെ മുതലേ എന്നോട് പറയാൻ തുടങ്ങിയതാണ് അവർക്കൊരു ക്രിസ്മസ് ട്രീ വേണമെന്ന്. നമ്മുടെ ഈ ചില വ്ളോഗുകളൊക്കെ കാണുന്നില്ലേ, കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയൊരു മരം വെച്ചിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ട്രീ പോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ ആ ഓർമ്മയിലാണ് അവർ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ പറമ്പിലൊരു തുളസിക്കമ്പ് ഉണ്ടായിരുന്നു ഇതുപോലെ ഉണങ്ങി കിടക്കുന്നത്. അപ്പോൾ ആ തുളസിക്കമ്പൊക്കെ ഞങ്ങൾ വെട്ടിക്കൊണ്ടുവന്ന് പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറൊക്കെ കട്ട് ചെയ്ത് കളറൊക്കെ ചെയ്ത് പിന്നെ ഒരു കുഞ്ഞു ഹോമൊക്കെ ഉണ്ടാക്കി അതെല്ലാം കൂടെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് നമ്മളെക്കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അവർ ഒത്തിരി നാളായി ഇപ്പം വീട്ടിലിരിക്കണം. പിന്നെ അവരുടെ കലാവാസന കൂടെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റും. നമുക്കിതിൽ സ്റ്റാറും ട്രീയും ഒക്കെ അവരുടെ കൈ കൊണ്ട് തന്നെ വരപ്പിച്ച് അവർ തന്നെ കളർ ചെയ്ത് അത് അവർ തന്നെ അങ്ങനെ അതിൽ തന്നെ കോർത്തിടുന്നതും അതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവരൊക്കെ അതൊക്കെ നല്ലതുപോലെ ആസ്വദിച്ച്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ട്രീയുടെ രാത്രിയത്തെ കാഴ്ചയാണ്
ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. രാത്രിയിൽ കാണാനാണ് നല്ല ഭംഗി. പകൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് വെറുതെ ഒരു കൊമ്പ് കൊണ്ടുപോയി കുത്തി വെച്ചേക്കണമെന്ന് തോന്നും. പക്ഷേ രാത്രിയാണ് അതിൻ്റെ ഭംഗി കാണാൻ. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും.